നമസ്കാരം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻ. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തിജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9-നായിരുന്നു നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത്. 7 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത്. ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ്. നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഒരിക്കൽ നയൻതാര. തന്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായത്. നയൻതാരയുടെയും വിഘ്നേഷിന്റെയും ലവ് ലൈഫ് സ്റ്റോറി ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. ഇതിൽ ധനുഷ് നിർമ്മിച്ച നാനം റൌഡിതാനിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു എന്ന് വാദിക്കുന്ന ധനുഷ് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. ഇതിനെതിരെ നയൻതാര രംഗത്ത് വന്നിരുന്നു. ധനുഷിന്റെ വാദം നടി നിഷേധിക്കുകയും ചെയ്തു. നയൻതാരയുടെ തുറന്ന വിമർശനം ചർച്ചയായിരുന്നു. തന്നോടും പങ്കാളി വിഘ്നേഷ് ശിവനോടും ധനുഷിന് ഈഗോയുണ്ടെന്ന് നയൻതാര വിമർശിക്കുന്നുണ്ട്. ധനുഷിന്റെ പഴയ വിവാദങ്ങൾ ഇതിനിടെ ആരാധകർ ചർച്ചയാക്കുകയും ചെയ്തു. മാത്രമല്ല, ധനുഷിന്റെ ഇടപെടലില്ലാതെ സന്തോഷകരമായി ജീവിക്കുന്ന ഏക ദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷുമെന്ന് പലരും അന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ആ പ്രശ്നം കുത്തിപ്പൊക്കുകയാണ്. അത് മറ്റാരുമല്ല, നയൻതാരയുടെ ഭർത്താവായ സംവിധായകനായ വിഘ്നേഷ് ശിവൻ തന്നെയാണ്. ധനുഷ് നയൻതാര പ്രശ്നം സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചയായത് തന്നെയാണ്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാര നായികയായി അഭിനയിച്ച നാനം റൌഡിതാൻ എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷാണ്. ആ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവർക്കുമിടയിലെ പ്രശ്നം. ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ ഇരുവരും പ്രണയിച്ചു നടന്ന നിർമ്മാതാവിന് നഷ്ടം വരുത്തിയെന്ന് ആരോപിച്ചാണ് ഇരു കൂട്ടർക്കുമിടയിൽ പ്രശ്നം ആരംഭിച്ചത്. നയൻ വിക്കി പ്രണയവിവാഹത്തിന്റെ ഡോക്യുമെന്ററിയിൽ നാനം റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചെടുത്ത ഫോട്ടോയും വീഡിയോയും പാട്ടുമൊക്കെ ഉൾപ്പെടുത്തുന്നതിനെതിരെ ധനുഷ് രംഗത്ത് വന്നതോടെയാണ് ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നം കോടതി വരെ എത്തിയത്. ഇപ്പോഴിതാ ആ സൗഹൃദത്തിന് സംഭവിച്ച വിള്ളലിനെ കുറിച്ച് വിഘ്നേഷ് ശിവൻ സംസാരിക്കുകയാണ്. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ധനുഷ് സാറാണ്. എനിക്ക് അപ്പ ഫിഗറാണ് അദ്ദേഹം. ജൂലൈ 28-നാണ് ധനുഷ് സാറിന്റെ ബർത്ത്ഡേ. ജൂലൈ 28 എന്ന ഡേറ്റിലാണ് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. ആ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. ആദ്യത്തെ പടം വിജയിച്ചതിനു ശേഷം പിന്നീട് ചെയ്ത സിനിമകളുടെ പരാജയം. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഘട്ടത്തിൽ എനിക്കൊരു വഴി കാണിച്ചു തന്ന ആളാണ് ധനുഷ് സാർ. അദ്ദേഹത്തിന്റെ സിനിമകളിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്തൊക്കെയാണ് ഞാൻ വീണ്ടും തിരിച്ചു കയറിയത്. ആ ബ്രേക്കിന് ശേഷമുള്ള ആദ്യത്തെ ചിത്രമായ നാനം റൌഡിതാൻ അദ്ദേഹം ഏറ്റെടുത്തതാണ് എൻ്റെ ജീവിതത്തിലും സിനിമയിലും സംഭവിച്ച ഏറ്റവും വലിയ ബ്രേക്കും. VIP 2-ന്റെ സമയത്ത് 2.5 വർഷത്തോളം ധനുഷ് സാറിനൊപ്പം തന്നെയായിരുന്നു. അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പോലും ഞാൻ പേടിച്ചിട്ടുണ്ട്. അത്രയും ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ. ആ ബന്ധം നഷ്ടപ്പെട്ടതിൽ വല്ലാത്ത വിഷമമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധമാണത്. കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. തെറ്റ് ചെയ്തുവെങ്കിലല്ലേ അത് വേണ്ടു. 2 പേർക്കുമിടയിലെ പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ അത് സംസാരിച്ച് നേരെയാക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് പോലും അറിയാതെ എങ്ങനെ നേരെയാക്കും? കാരണങ്ങളെ ഇല്ലാതെ നഷ്ടപ്പെട്ടതാണ് അതിലെ ഏറ്റവും വലിയ വേദന. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ സ്വാധീനം തീർച്ചയായും ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ധനുഷ് സാറിനോടുള്ള ഇഷ്ടം എനിക്ക് ഒരണു കുറയില്ല. മരണം വരെ ആ സ്നേഹം ഉണ്ടാവുമെന്നും വിഘ്നേഷ് ശിവൻ പറഞ്ഞു. അതേസമയം ധനുഷിനെ കുറിച്ച് സംവിധായകൻ വിഘ്നേഷ് ശിവൻ പറഞ്ഞ വാക്കുകൾ എന്തായാലും ചർച്ചയാകുന്നുണ്ട്. വിഘ്നേഷും ഭാര്യ നടി നയൻതാരയുമായി ധനുഷിന് നിയമപ്രശ്നം നിലനിൽക്കെയാണ് വിഘ്നേഷ് ധനുഷിനെ പുകഴ്ത്തി സംസാരിച്ചത്. ധനുഷ് സാറേയും ഞാൻ വലിയ നിലയിലാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ പിറന്നാൾ ജൂലൈ 28-നാണ്. അതേ ഡേറ്റിലാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ഇതുകൊണ്ടെല്ലാം എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമുണ്ട്. എന്തുകൊണ്ടാണ് അകൽച്ച വന്നതെന്ന് നമുക്കേ അറിയില്ല. നല്ലൊരു റിലേഷൻഷിപ്പ് മോശമായതിൽ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയതിനും ഇങ്ങനെയൊരു ജീവിതം നയിക്കുന്നതിനും കാരണക്കാരിൽ വളരെ പ്രധാനപ്പെട്ടയാളാണ് ധനുഷ് സാർ. VIP എന്ന സിനിമയിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് 2.5 വർഷം അദ്ദേഹത്തോടൊപ്പം തന്നെയായിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചാലേ ഞാൻ കഴിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സമയമാണത്. ഒരുപാട് നല്ല ഓർമ്മകൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ എല്ലാം തകർന്നു. ഈ ബന്ധം തകർന്നത് ജീവിതത്തിലെ വിഷമമാണ്. കൃത്യമായ ഒരു പ്രശ്നം 2 പേർ തമ്മിലുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പ്രശ്നമേ ഇല്ലാതെ പിരിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കും? എന്താണ് പ്രശ്നമെന്നേ അറിയില്ല. അദ്ദേഹത്തെ പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾ ഇനി ജനിക്കണം. തെറ്റ് ചെയ്യാത്തതിനാൽ കുറ്റബോധമില്ലെന്നും വിഘ്നേഷ് ശിവൻ പറഞ്ഞു. നയൻതാരയുമായുള്ള പ്രശ്നം കാരണമാണ് ധനുഷിന്റെയും തന്റെയും സൗഹൃദം അവസാനിച്ചതെന്നാണ് വിഘ്നേഷ് പറഞ്ഞു വയ്ക്കുന്നതെന്ന് നെറ്റിസൺസ് പറയുന്നു. ഇങ്ങനെയൊരു വ്യാഖ്യാനം ശരിയല്ലെന്നും അഭിപ്രായമുണ്ട്. നയൻതാരയും ധനുഷും നേരത്തെ അടുത്ത സുഹൃത്തുക്കളാണ്. വിഘ്നേഷ് നാനം റൌഡിതാൻ എന്ന സിനിമ എടുത്തത് മുതലാണ് പ്രശ്നം തുടങ്ങിയത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോയതാണ് ധനുഷിന് ചൊടിപ്പിച്ചത്. അതിന്റെ ഉത്തരവാദിത്തം വിഘ്നേഷ് ശിവനാണ്. പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ലെന്നും നയൻതാരയെ ഒറ്റപ്പെടുത്തുന്നത് പോലെയാണിതെന്നും വാദം വരുന്നുണ്ട്.
ധനുഷിനെതിരെ നയൻതാര എഴുതിയ തുറന്ന കത്ത് വലിയ ചർച്ചയായതാണ്. പുറമേക്ക് കാണുന്നത് പോലെയല്ല ധനുഷിന്റെ സ്വഭാവമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. താൻ നിർമ്മിച്ച നാനും റൌഡിതാൻ എന്ന സിനിമയിലെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് 10 കോടി രൂപയാണ് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. എന്നാൽ നയൻതാര ആ അവകാശവാദത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന നയൻതാരയും ധനുഷും യാരടിനി മോഹിനി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. എന്തായാലും നാനും റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും പ്രണയം ആരംഭിക്കുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കമെന്ന് ആദ്യമായി വിഘ്നേഷ് ശിവൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ചെയ്ത സിനിമകൾ എല്ലാം പരാജയപ്പെട്ട് പോസ്റ്റർ ഡിസൈനറായും അസിസ്റ്റന്റ് ഡയറക്ടറായും എല്ലാം ജോലി ചെയ്ത അവസാനമാണ് ഞാൻ നാനും റൌഡിതാൻ എന്ന ചിത്രത്തിലേക്ക് എത്തുന്നത്. അതും നയൻതാര, വിജയ് സേതുപതി എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം. ചെയ്യുന്നത് ശരിയാണോ, ഓക്കെ അല്ലേ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. മാം എന്ന് നയനെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ ബഹുമാനവും പേടിയും ഒക്കെയായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി 3ാമത്തെ ദിവസം ഞാൻ വല്ലാതെ ടെൻഷൻ അടിക്കുന്നു എന്ന് മനസ്സിലാക്കി എല്ലാവരുടെ മുൻപിലും വെച്ച് നയൻ എന്നോട് പറഞ്ഞു, സാർ, ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. 100 അല്ല 1000 തവണ റീടേക്ക് പോയാലും നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. മടിക്കാതെ പറയൂ എന്ന് പറഞ്ഞു. എനിക്കത് വലിയ ആശ്വാസമായിരുന്നു. അതുവരെ എനിക്ക് പേടിയായിരുന്നു. പിന്നീടുള്ള സംസാരത്തിൽ ഇത്രയും സിമ്പിളും പാവവുമായിരുന്നോ മാഡം എന്ന് തോന്നൽ എനിക്കുണ്ടായി. അതിനു മുൻപേ പല കഥകളും ഞാൻ നയനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പാസ്റ്റ് റിലേഷൻഷിപ്പിലെ കഥകളെല്ലാം അറിയാം. ഒന്നും അറിയാതെ ഇരിക്കാൻ കണ്ണും മൂടിയൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. പക്ഷെ ആ കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യത്തിലുള്ള നയനെന്ന് എനിക്ക് കുറച്ചു കാലം അടുത്തിടപഴകിയതോടെ മനസ്സിലായി. ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രണയിച്ചു തുടങ്ങിയത്. അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ആ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ നയൻ തന്റെ വാട്സപ്പ് DP ആയി വെച്ചിരുന്നു. കുറച്ചു നേരം മാത്രമേ വെച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും ഡിലീറ്റ് ആക്കി. വളരെ ക്ലോസ് സർക്കിൾ മാത്രം കാണുന്ന ആ DP നിമിഷ നേരങ്ങൾക്കകം ലീക്കാവുകയും ചെയ്തു. അതോടെയാണ് പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നത്. അതിനുശേഷം എത്രയോ വാർത്തകൾ ചിരിയോടെ വിഘ്നേഷ് ശിവൻ ഓർമ്മകൾ പങ്കുവച്ചു. അതേസമയം ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം ധനുഷിന് നയൻതാര എഴുതിയ ഓപ്പൺ ലെറ്റർ തന്നെയാണ്. നയൻതാരയുടെയും വിഘ്നേഷിന്റെയും ലവ് ലൈഫ് സ്റ്റോറിക്ക് തടസ്സമായി നിന്നത് ധനുഷ് ആയിരുന്നു എന്നാണ് നയൻതാര നേരത്തെ തുറന്നു പറഞ്ഞിരുന്നത്. നെറ്റ്ഫ്ലിക്സ് റിലീസായ നയൻതാര ഡോക്യുമെന്ററിയിൽ നാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ ചില ക്ലിപ്സുകളും പാട്ടും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് നയൻതാരയുടെ ഓപ്പൺ ലെറ്റർ ഉണ്ടായിരുന്നത്. തന്റെയും വിഘ്നേഷിന്റെയും പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററിയിൽ ഒഴിച്ചുമാറ്റാൻ കഴിയാത്ത സിനിമയാണ് ധനുഷ് നിർമ്മിച്ച വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാരയും വിജയ് സേതുപതിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നാനും റൌഡിതാൻ എന്ന സിനിമ. ഡോക്യുമെന്ററിക്ക് വേണ്ടി ചിത്രത്തിലെ 3 സെക്കൻഡ് ദൈർഘ്യമുള്ള പാട്ടിന്റെ ക്ലിപ്സ് ഉപയോഗിച്ചതിന് 10 കോടി ആവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയൻതാരയുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് എടുത്ത ഫോട്ടോകൾ പോലും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ ധനുഷ് സമ്മതിച്ചില്ല. ധനുഷിൽ നിന്ന് NOC കിട്ടാനായി 2 വർഷത്തോളമായി നയൻതാരയും വിഘ്നേഷ് ശിവനും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ധനുഷ് പക വീട്ടുകയാണെന്നും നയൻതാര പറഞ്ഞു. സിനിമാ മേഖലയിൽ നിരവധി വനിതാ താരങ്ങൾ നയൻതാരയെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നടിമാരായ പാർവതി തിരുവോത്ത്, നസ്രിയ നസീം, ഐശ്വര്യലക്ഷ്മി, അനുപമ പരമേശ്വരൻ, ഗൗരിജി കിഷൻ, അഞ്ജു കുര്യൻ, ദിവ്യ പ്രഭ, സയനോര ഫിലിപ്പ്, പ്രയാഗ മാർട്ടിൻ, പൂർണിമ, മീരാനന്ദൻ, പേളി മാണി, ഗീത മോഹൻദാസ് തുടങ്ങിയവരെല്ലാം നയൻസിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത്. ഇവരെല്ലാം തന്നെ നയൻതാര സോഷ്യൽ മീഡിയയിൽ ധനുഷിനെതിരെ പങ്കുവച്ച പോസ്റ്റിന് ലൈക്ക് അടിക്കുകയും ചെയ്തു. പാർവതിയാകട്ടെ ലൈക്കിന് പുറമെ ലവ് ഫയർ തുടങ്ങിയ സ്മൈലി കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യപ്രഭ മോർ പവർ ടു യു എന്നാണ് കമന്റ് നൽകിയത്. നടി ഇഷ തൽവാർ വെൽ ഡൺ, സോ മച്ച് റെസ്പെക്ട് എന്നാണ് കമന്റിൽ പറഞ്ഞത്.